അനലിസ്റ്റ്, നിനക്കിതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചൂടെ? ഇതിനിപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ എന്താ ഉള്ളത് മമ്മി? ഞാൻ അലോഷ്യസിൻ്റെ ഒരു ഡോക്ടറാണ്. ആൻഡ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ട്രീറ്റ് മൈ പേഷ്യൻസ്. ആൻഡ് ഞാനത് ചെയ്യുന്നു. എനിക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. നീ അവിടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓർത്തു നീ ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു പോവില്ല എന്ന്. അതിൻ്റെ ഒരു ഒറ്റ ആശ്വാസത്തിലായിരുന്നു ഇത്രയും ദിവസം ഞാൻ ഇരുന്നിച്ച്. എന്നിട്ടിപ്പോൾ മമ്മിക്കറിയാലോ ഈ ജോബ് ഞാൻ എത്ര ഇഷ്ടപ്പെട്ടാ ചെയ്യുന്നതെന്ന്. വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? അനലിസ്, ഐ എം റിയലി വറീഡ് അബൌട്ട് യു. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് ഇനിയും ഒരു സൈക്കാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോ, ബട്ട് നോട്ട് ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. അവിടെ സേഫ് അല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയ കൂടി ഞാൻ അറിയത്തില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിന്റെ ക്വാളിഫിക്കേഷന് പറ്റിയൊരു സ്പോട്ട് ഞാൻ റെഡിയാക്കി തരാം. നമ്മ ഉദ്ദേശിക്കുന്ന പോലെ അത്രയ്ക്ക് ടെററൊന്നുമല്ല ആ പ്ലേസ്. എനിക്കവിടെ എല്ലാം ഹെൽപ്പ് വരും. അവിടെ ആൾക്കാരുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് മൈ അനദർ ഫാമിലി. ഐ എം റിയലി കംഫർട്ടബിൾ വിത്ത് ദം. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ വരാം. ഇച്ചിച്ചി ഇങ്ങനെ കിടന്ന് വായിട്ടളിച്ചിട്ടൊന്നോ അവൾ ഈ ജോബ് വേണ്ടാന്ന് വെക്കത്തില്ല. പിന്നെ എന്തിനാ? അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്. അവൾക്ക് അവളുടെ പപ്പയുടെ അതേ സ്വഭാവം തന്നെയാണ്. അത് ഈ ചേച്ചി വിചാരിച്ചാലൊന്നും മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് നിൻ്റെ ഹോസ്പിറ്റലിലെ ഹെഡ് ഡോക്ടറിൻ്റെ നമ്പർ ഇപ്പോൾ വേണം, എൻ്റെ ഒരു സമാധാനത്തിന്. തരാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഗബ്രിയലിനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. അതൊക്കെ ഞാൻ എന്താണെന്ന് ചെയ്തേക്കാം. നീ നമ്പർ സെൻഡ് നോക്ക്. എന്തായാലും ഞാനൊരു 2-3 ദിവസം കൂടി ഇവിടെ നിൽക്കും, എന്നിട്ടേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ കടിച്ചിലും പിടിച്ചിലൊന്നും തുടങ്ങണ്ട കേട്ടോ. അല്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വിടുന്നുള്ളൂ. അകത്തേക്ക് വന്നോട്ടെ. നീ എന്തിനാ ചോദിച്ചിട്ടൊക്കെ കയറി വരുന്നേ? ഈ സ്വഭാവം നിനക്കില്ലാതെയാണല്ലോ. എന്തോ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി. അല്ല, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യം? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അന്ന് രാത്രി നീ എന്നെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന്. നീ ഇനി അവിടെ വർക്ക് ചെയ്യുന്നില്ല, നീ എല്ലാം വിളിച്ചിട്ട് പോരുക, റിസൈൻ ലെറ്റർ നീ കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എന്തിനാ നീ തിരിച്ചു പോകണമെന്ന് പറയുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞു? ചിലപ്പോൾ അന്ന് ഞാൻ നല്ലൊരു ടഫ് സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഷറിൻ്റെ സ്ട്രെസ്സിൻ്റെ ഇടയിൽ പറഞ്ഞതായിരിക്കും. ഞാൻ റിസൈൻ ലെറ്റർ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. എനിക്കറിയാലോ എന്നെ. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. ആ കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കും അതല്ല. പക്ഷേ അന്ന് കോൾ വന്ന ശേഷം എനിക്ക് അങ്ങനെയല്ല തോന്നി. ആൻഡ് ഇക്കാര്യം നിൻ്റെ അമ്മമ്മയോട് അന്ന് തന്നെ പറയണമെന്ന് ഞാൻ ഓർത്തതാണ്. പക്ഷേ പിന്നീട് വേണ്ടാന്ന് വെച്ചു. നീ ഓരോന്നൊക്കെ വെറുതെ ആലോചിക്കാൻ നിൻ്റെ ഈ വക്കീൽ ബുദ്ധിയിൽ. അങ്ങനെ ഒന്നുമില്ല. നീ കിട്ടിയതൊക്കെ. അനലിസ്, നീ ഈ ജോലി ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നേ? നീ എന്ത് ചോദിക്കുന്നേ? എനിക്കറിയാലോ ഈ ഒരു ഫീൽഡ് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. ആദ്യമൊക്കെ പപ്പ ഒരു ഡോക്ടർ ആയതുകൊണ്ടും പപ്പ ഒരു ഫീൽഡ് ആയതുകൊണ്ടായിരുന്നു എനിക്ക് ഈ സൈക്കോളജി എന്നുള്ളൊരു ഫീൽഡിനോട് അത്രക്ക് താല്പര്യം. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയില്ല. ഇന്നിപ്പോൾ ഞാനിതിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കൊന്ന് നിന്നോട് പറയാനുള്ളൂ, എന്തേലും ബുദ്ധിമുട്ടുണ്ടേൽ നിനക്കത് ഞങ്ങളോട് ഷെയർ ആക്കാം. എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി വെക്കേണ്ട ആവശ്യമില്ല. ഓ, ഷെയർ ആക്കാം. പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ ചെല്ലേ, എനിക്ക് കുറച്ച് ബുക്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോഴേ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നിരുന്ന് പണി വിടണ്ടല്ലോ. നീ ചെല്ലേ. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ടായിരുന്നു. നിൻ്റെ പേഷ്യൻ്റ് അല്ലേ എഡ്വിൻ ഫെർണാണ്ടസ് അല്ലേ? അതെ. എന്താ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫ്രണ്ട്സ് കോർണറിൽ ഈ എഡ്വിൻ ഫെർണാണ്ടസിനെ പറ്റിയുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ ഓർത്തേ അത് നിൻ്റെ പേഷ്യൻ്റ് ആണല്ലോ എന്ന്. അല്ല, നിനക്കറിയോ ഈ എഡ്വിൻ
ഒരു ഡോക്ടറായിരുന്നു. വാട്ട്? ഡോക്ടറോ? നീ എന്തീ പറയുന്നേ? യാ, ഞാനും ആദ്യം ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ബട്ട് ഇറ്റ്സ് റൈറ്റ്. ഇറ്റ്സ് ഇൻ ഹിസ് റെക്കോർഡ്സ്. ആൻഡ് എൻ്റെ അറിവിൽ എഡ്വിൻ അതേ നാളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഹിസ് ലൈസൻസ് ആർ സസ്പെൻഡഡ്. വേറെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒരു പക്ഷേ അലോഷ്യസിലുണ്ടായിരിക്കും ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും എഡ്വിൻ ഒരു മിസ്റ്ററി ആണല്ലോ. സോ എനിക്ക് തോന്നുന്നില്ല അലോഷ്യസ് ഒഴിച്ചൊരു സ്ഥലത്തുനിന്ന് എഡ്വിനെ പറ്റി വേറെ ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടുകയില്ലെന്ന്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എഡ്വിൻ വർക്ക് ചെയ്തിരുന്നെന്നറിയോ? നോവേ, അതല്ല നിന്നോട് ഞാൻ പറഞ്ഞത്. അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അലോഷ്യസിലെ ഇപ്പോൾ ഉള്ള ഡോക്ടേഴ്സിനൊക്കെ അതിനെപ്പറ്റി അറിയായിരിക്കുമെന്ന്. എങ്കിൽ നീ പേക്ക്. എനിക്കും പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ഈവനിങ് കാണാം. എഡ്വിൻ, നീ എന്തൊക്കെയാ എൻ്റെ അടുത്ത് നിന്ന് മറക്കുന്നേ? ഇനിയും എത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചെന്നാലാ എനിക്ക് യഥാർത്ഥത്തിൽ നീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നേ? നിനക്ക് അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ആ ഒരു നിമിഷം എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതെന്നായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് അത് തുടർന്ന് ജീവിക്കാനുള്ള ഒരുതരം ഹോപ്പായിരുന്നു അന്ന് എനിക്ക് തന്നിട്ട് പോയത്. എന്നോട് ആരോൺ പറഞ്ഞു എനിക്ക് ലവ് എന്താണെന്നറിയില്ല എന്ന്. ഒരു തരത്തിൽ അത് ശരിയാണ്. എന്നെ എൻ്റെ ജീവിതത്തിൽ ആരും തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതെന്തൊരു മിസ്റ്ററിയായിരുന്നു. എഡ്വിൻ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്നേഹമെന്ന് അനുഭവിച്ചെടുക്കല്ലേ ഞാൻ. അതിൻ്റെ വിലയും അത് ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ ആസ്വദിക്കാനും സാധിക്കും. പക്ഷേ എനിക്കതറിയാൻ താല്പര്യമുണ്ട്. എന്നാൽ എന്നെ സ്നേഹിക്കാൻ ആരാ ഉള്ളേ, അല്ലേ? ഡോക്ടർ ആരോൺ. യെസ്, എന്താ ആനന്ദി? ഡോക്ടർ എഡ്വിൻ. എഡ്വിനെ പറ്റി എഡ്വിന് എന്താ ആനന്ദി? എഡ്വിൻ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ലേ? നോ, അതല്ല. എഡ്വിൻ ഹി സീംസ് ഡൗൺ. ഭയങ്കര ഒരു സൈലൻസ്. Maybe it's just his mood swings. എഡ്വിനെ എത്ര നാളായി ഡോക്ടർ ഞാൻ കാണുന്നത്. ഇതെന്തോ ഭയങ്കര സൈലൻസ്. ഡോക്ടർ ടൈം കിട്ടുമ്പോൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്യും. Edwin, are you okay? Why? Nothing. Why are you so bad? When she's coming back? Who? Dr. Annalise. I don't know. Maybe never. ഞാൻ ഡോക്ടർ അനലിസിനെ അത്രമാത്രം വേദനിപ്പിച്ചു. If she ever come back, don't ever do the same mistake. Do you get it, Edwin? She was really a good doctor. She really tried to help me. I know that. ഡോക്ടർ ആരോണ് തോന്നുന്നുണ്ടോ ഡോക്ടർ അനലിസ് ഇനി മടങ്ങി വരുമെന്ന്? ഈ
അലോഷ്യസിലേക്ക്. യു ആർ മോർ ഇൻ്റലിജൻറ്റ് ദാൻ അസിയ. സോ എഡ്വിൻ എന്ത് വിചാരിക്കുന്നു? ആൻലിസ് ഡോക്ടർ തിരിച്ചു വരുമോ അതോ ഇല്ലയോ? ഇഫ് മൈ mysteries weren't opened, maybe she will, right? What do you mean by that? I don't understand. എന്നെക്കുറിച്ച് പൂർണ്ണമായും ഒന്നും അറിയാത്ത നാൾ വരെ ഡോക്ടർ ആൻലിസിന് എന്നോടുള്ള കൗതുകത്തിന് ഒരു കുറവുണ്ടാവില്ല. പക്ഷേ അതെന്ന് തീരുന്നു അന്ന് മറ്റെല്ലാവരെയും പോലെ തന്നെ ഡോക്ടർ ആൻലിസിനും എന്നോട് മടുപ്പ് തോന്നിയേക്കാം. അല്ല, എങ്ങനെ പോണു അലോഷ്യസിലെ വർക്കൊക്കെ? ഒന്നും പറയണ്ടെന്നെ കിയ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നേ? നിന്ന് തിരിയാൻ സമയമില്ല ഇവിടെ. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ എന്തിനാ ഇവിടെ തന്നെ നിർബന്ധം പിടിച്ചു വന്നേന്നാ. മര്യാദക്ക് ആ സിറ്റി ഹോസ്പിറ്റലിൽ കിട്ടിയ ജോലിക്ക് പോയാൽ മതിയായിരുന്നു. ആര് പറഞ്ഞു ഇങ്ങാട് കെട്ടിയെടുക്കാൻ? പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ഇത് ശീലമായി. പിന്നെ തുടക്കമായതുകൊണ്ടാവും ഒരു 5-6 ദിവസം നിന്ന് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. പിന്നെ ചിലപ്പോൾ അത് 1 മാസം 2 മാസമൊക്കെ ആയിട്ട് പോവാനും ചാൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും ഇവിടുത്തെ ആംബിയൻസ് അത്രക്ക് പിടിക്കുന്നില്ല. വർക്കിനോടും ഓക്കെ, ഞാൻ ഇതിലേറെ സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ വൈബ് എന്ന് ചില സമയത്ത് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. നീ ടെൻഷൻ ആവണ്ട, 2 ഡോക്ടേഴ്സ് കൂടി വരാനുണ്ടെന്ന് കേട്ടത്. പിന്നെ ഈ മന്ത് മാത്രം നമുക്ക് എഡ്വിനെ നോക്കിച്ചാൽ മതി. അത് കഴിഞ്ഞ് എഡ്വിൻ്റെ കാര്യമെല്ലാം നോക്കേണ്ട ആൾ വന്നേക്കും. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഞാൻ കുറച്ച് ദിവസമായി ചോദിക്കണം ഓർക്കുന്നേ. ഈ ഡോക്ടർ ആൻലിസ് ആരാണ്? ഞാൻ കൂടുതൽ കണ്ടായിരുന്നു പുള്ളിക്കാരുടെ പേര്, ബട്ട് ഞാൻ എത്ര നോക്കിയിട്ടും ഇവിടെയൊന്നും കണ്ടില്ല. ഡിഡ് ഷി ലീവ്? ഡോക്ടർ ആൻലിസ് ആയിരുന്നു യഥാർത്ഥത്തിൽ എഡ്വിൻ്റെ കൺസൾട്ടിങ് ഡോക്ടർ. ബട്ട് ഇപ്പം പുള്ളിക്കാരി ഒരു ചെറിയൊരു ബ്രേക്കിലാണ്. ഈ മന്ത് അവസാനം തിരിച്ചു വരുമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞത്. ഡോക്ടർ ആൻലിസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എഡ്വിൻ്റെ പുറകെ ഓടേണ്ട ഒരു ആവശ്യമില്ല. ഡോക്ടർ ആൻലിസ് എല്ലാ കാര്യവും തന്നെ എന്നെ ചെയ്തേക്കും. അതായിരുന്നു ഒരു പതിവ്. ഞാൻ ഈ കാര്യം ഡോക്ടർ ആരോട് ചോദിച്ചാലോ ഓർത്തു. പക്ഷേ പുള്ളിയുടെ മുഖം കാണുമ്പോൾ തന്നെ എങ്ങനെ ഇത് പോയി ചോദിക്കാം. അതുകൊണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കാമല്ലോ ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ ഈ ഡോക്ടർ ആൻലിസ് വരുമ്പോഴേക്കും എൻ്റെ പേഷ്യൻ്റ് സ്റ്റെല്ലയുടെ കാര്യം കൂടെ ഒന്ന് നോക്കാൻ പറയുമോ? പുള്ളിക്കാരിക്ക് എന്നെ തിരി ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ. സ്റ്റെല്ല കുറച്ച് പിക്കിയ, പക്ഷേ ബാക്കി എല്ലാവരും വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരി തന്നെയാണ് ഏറ്റവും ഈസി. പിന്നെ ഇനി പുതിയ ഡോക്ടറല്ലേ, അതുകൊണ്ടാണ് സ്റ്റെല്ല അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്റ്റെല്ല അത്ര മോശമൊന്നുമല്ല. നീ കുറച്ചുകൂടെ ഒന്ന് നോക്ക്. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഡോക്ടർ ആൻലിസ് നോക്കിക്കൊള്ളും പുള്ളിക്കാരി. അല്ല, നീ എന്തിനാ ഡോക്ടർ ആൻലിസിനോട് തന്നെ എടുക്കാൻ പറഞ്ഞേ? അത് പിന്നെ ഡോക്ടർ ആൻലിസ് എന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അത് സ്റ്റെല്ലേൻ്റെ വായിന്ന. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനോർത്തു സ്റ്റെല്ലയുടെ പ്രീവിയസ് ഡോക്ടർ ആൻലിസ് ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ആൻലിസ് ഡോക്ടർ എന്നെ നോക്കുന്നില്ലേ നല്ലത്. പക്ഷേ ഐശ്വര്യ, ഡോക്ടർ ആൻലിസും സ്റ്റെല്ലും തമ്മിൽ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ? നിങ്ങളിവിടെ സംസാരിച്ചിട്ടിരിക്കുകയാണോ? ഇതെന്താ, ആർക്കും ഡ്യൂട്ടി ഒന്നുമില്ല? ആനന്ദി മാം, ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതേ ഉള്ളൂ. ബ്രേക്ക് എടുക്കാൻ പറ്റിയ ദിവസമാണല്ലേ ഇന്ന്. നാളത്തെ കാര്യം നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? ഇതിപ്പോൾ നിങ്ങൾ കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? അയ്യോ, നാളെയാണല്ലേ ജൂലൈ 30. സോറി ആനന്ദി മാം, ഞാൻ മറന്നുപോയി ആ കാര്യത്തെപ്പറ്റി. എല്ലാവരും പ്രിപ്പയർ ആയിരുന്നേക്കണം. പിന്നെ നാളെ ഡോക്ടർ ആൻലിസ് തിരിച്ചു വരുന്ന ദിവസം കൂടിയാണ്. ആ കാര്യം ആരും മറക്കരുത്. സോ ഐശ്വര്യ, എൻ്റെ കൂടെ വാ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഓക്കെ മാം. അല്ല കിയ, നാളെ എന്താ പ്രത്യേകത? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല.
ഓ, അത് നിന്നെ ബാധിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. നാളെ ഡോക്ടർ എലിസബത്ത് വിസിറ്റ് ചെയ്യുന്ന ദിവസവും പിന്നെ ഡോക്ടർ അനലീസ് വന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നാളെ എന്തൊക്കെ ഇവിടെ നടക്കും, അതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അല്ല, ഈ ഡോക്ടർ എലിസബത്ത് ആരാ? ആരും പറഞ്ഞു ഞാൻ കേട്ടില്ല. ആക്ച്വലി ഈ ഡോക്ടർ എലിസബത്തിനെ നീ ആരോടും പറയണ്ട. പുള്ളിക്കാരി ഇവിടുത്തെ ഒരു ഷെയർ ഹോൾഡർ കൂടിയാണ്. പിന്നെ അല്ലാതെ തന്നെ ഡോക്ടർ ആൻഡ്രൂസിൻ്റെ മിസ്ട്രസ് ആയിരുന്നു പുള്ളിക്കാരി. എന്ന് പറയുമ്പോൾ ഡോക്ടർ ആരോൻ്റെ അമ്മ. ഇവിടെ എല്ലാവർക്കും ആ കാര്യം അറിയാം, പക്ഷേ എന്നാലും ആരും അത് പുറത്ത് പറയാറില്ലെന്നേ ഉള്ളൂ. ഡോക്ടർ എലിസബത്ത് എല്ലാ വർഷവും ജൂലൈ 30 ഇവിടെ വരും. അതെന്തിനാ എല്ലാ വർഷവും ജൂലൈ 30 അലോഷ്യസിലേക്ക് വരുന്നത്? പുള്ളിക്കാരിയുടെ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇറ്റ്സ് എഡ്വിൻസ് ബർത്ത്ഡേ. ജൂലൈ 30 എഡ്വിൻ ജനിച്ചത്. എങ്ങനെയാണ് ഇവിടുത്തെ റെക്കോർഡ്സിലൊക്കെ ഉള്ളത്. ആൻഡ് അന്നത്തെ ദിവസം ഡോക്ടർ എലിസബത്ത് അലോഷ്യസിൽ വന്നിട്ട് എഡ്വിനെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോവും. അതാണ് പതിവ്. എന്തിനാ ശരിക്കും വരുന്നതെന്നൊന്നും ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞൂടാ. പിന്നെ ഇതൊക്കെ ആരാ അവരോട് ചോദിക്കാം. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോൺ ഡോക്ടറും പിന്നെ എലിസബത്ത് ഡോക്ടറും തമ്മിൽ നല്ല ബന്ധത്തിലൊന്നും അല്ല. അവരെ മിണ്ടുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞാൻ കേട്ടറിഞ്ഞത് ആരോൺ ഡോക്ടറിനെ വളർത്തിയത് ഡോക്ടർ ഗബ്രിയലിൻ്റെ അമ്മയാണെന്ന്, ആംറിൻ. ഇതിൽ പലതും ഞാൻ കേട്ടറിഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും നേരിട്ടധികം കണ്ടിട്ടില്ല. ആകെ കണ്ടേക്കുന്നത് എലിസബത്ത് ഡോക്ടറിനെയും പിന്നെ ഗബ്രിയൽ ഡോക്ടറിൻ്റെ വൈഫിനെയും. ഈ ഗബ്രിയൽ ഡോക്ടർ കല്യാണം കഴിച്ചാണോ? അല്ല കിയ, ഇവിടെ എന്ത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ വന്നേ പിന്നെ എനിക്കെന്തോ ഞാനൊരു ബുക്കിനുള്ളിൽ പെട്ട ഫീലാ. എന്തോ ഒരു ഡ്രാമസാ. വട്ട പിടിക്കുന്നു. നിന്നെക്കാളും വട്ട പിടിച്ച ഒരാൾ ഇവിടുന്ന് ബ്രേക്ക് എടുത്ത് പോയേച്ച്. ഞാനോർത്ത് ഡോക്ടർ അലിസിന് തിരിച്ചു വരില്ല എന്ന്. എന്നിട്ടാ പിന്നെ വിളിച്ച് പറയുന്നേ പുള്ളിക്കാരി ഇമെന്ന് അവസാനം വരുമെന്ന്. അത് നാളെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ പേടിക്കണ്ട, ഇതൊക്കെ മേലേക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ. നീ പുതിയതായതുകൊണ്ട് ശീലമായിക്കോളൂ. എനിക്ക് എൻ്റെ പേഷ്യൻറ്റിനെ നോക്കാൻ ടൈമായി. നീ എന്നാ സ്റ്റെല്ലിൻ്റെ അടുത്തേക്ക് ചെല്ല്. സ്റ്റെല്ല ഭയങ്കര ടൈം പഞ്ചുവലാ. 5 മിനിറ്റ് ലേറ്റായ വയലൻസ് തുടങ്ങും. പിന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നോ. എന്തൊക്കെ വെച്ചറിയുമെന്ന് ദൈവത്തിനറിയാം. എൻ്റെ ഇനിയുള്ള ജീവിതം ഇവിടെ നരകിച്ച് തീരുമെന്ന് എനിക്ക് തോന്നുന്നേ. എൻ്റെ കർത്താവേ, എന്നെ നീ കാത്തോണേ. ഒരു വർഷം കഴിഞ്ഞിട്ടും ഒന്നിനും ഒരു മാറ്റവുമില്ലല്ലോ ഗബ്രിയൽ. വർഷങ്ങളുടെ പഴക്കമുള്ളൊരു ബിൽഡിംഗ് അല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി കളയണ്ടെന്ന് വെച്ചാൽ പുതിയ വർക്ക്സൊന്നും ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷേ നമ്മൾ ഈ അലോഷ്യസ് പണിതിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് വില്ലാക്കാനല്ലല്ലോ ഗബ്രിയൽ. ഇവിടെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആവേണ്ടത് ഇവിടുത്തെ പേഷ്യൻസിൻ്റെ ജീവനാണ്. അതുകൊണ്ട് തന്നെ ഗബ്രിയൽ അത് ഫോക്കസ് ചെയ്യാൻ നോക്ക്. കാരണം ഇതല്ലേ എപ്പോഴാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായി എലിസബത്ത് മാമിൻ്റെ കൺസേൺ. ബട്ട് പപ്പക്ക് എൻ്റെ അറിവിൽ അലോഷ്യസിന് ഫിനാൻഷ്യലി ഒരു പ്രശ്നവുമില്ല. ഞാൻ ആവശ്യത്തിനധികം പൈസ അല്ലാതെ തന്നെ ഗബ്രിയലിന് തരുന്നുണ്ട്. പിന്നെന്താ ഞാൻ പറയുന്നത് ചെയ്യാൻ ഗബ്രിയലിന് ഇത്ര ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല മാം. മാമിന് ഇനി അതാണ് താല്പര്യമെങ്കിൽ ഞാൻ ഏർപ്പാടാക്കാം അതിനെ പറ്റി ആരെങ്കിലും. നീ എന്നെ ഒരു സ്ട്രേഞ്ചറായിട്ട് കാണണ്ട ഗബ്രിയൽ. ഞാൻ ഉദ്ദേശിച്ചത് എന്നെ മാമൊന്നും വിളിക്കണ്ടെന്ന്. യു കൻ കോൾ മീ ആൻറ്റി. എനിക്കറിയാം നിനക്ക് എന്നെ വെറുക്കാൻ ഒരുപാട് റീസൺസ് കാണുമെന്ന്. ബട്ട് ബി പ്രൊഫഷണൽ. എനിക്കാരോടും ഒരു വെറുപ്പും ദേഷ്യവുമില്ല. എങ്കിൽ ആൻറ്റി വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. മമ്മ, ഞാൻ ഒന്നിവിടെയൊക്കെ ചുറ്റി കണ്ടിട്ട് വരാം. മമ്മ ഗബ്രിയൽ ഡോക്ടറിൻ്റെ കൂടെ പോക്കോ.
ഇത് നിനക്ക് ചുറ്റിക്കാണാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇസ. ആൻറ്റി പേടിക്കണ്ട, എല്ലാവരും റൂമിൽ തന്നെയാണ്. ഇസ, നീ പോയിട്ടോ, ഞങ്ങൾ മുറിയിലുണ്ടാവും. അവളെല്ലാം ചുറ്റിക്കാണാൻ വേണ്ടി പോവല്ല, അവനെ കാണാൻ വേണ്ടി പോവാ. അവളുടെ ആകെയുള്ളൊരു സിബ്ലിംഗ് അല്ലേ, കാണട്ടെ. അല്ല, ആൻറ്റിക്ക് ആരോടെ മീറ്റ് ചെയ്യണ്ടേ? എന്നെ കാണുന്നതേ അവന് വെറുപ്പാ, പിന്നെ ഞാൻ എന്തിനാ അവൻ്റെ മുമ്പിൽ പോകണം? മമ്മേനോടുള്ള വെറുപ്പ് കൊണ്ടാണോ ഞങ്ങൾ വന്നെന്നറിഞ്ഞിട്ടും ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്കാരോടും ഒരു വെറുപ്പുമില്ല. പക്ഷേ നിന്റെ മുഖം അങ്ങനെയല്ലല്ലോ പറയുന്നേ. എങ്കിൽ നീ എൻ്റെ മുഖത്ത് നോക്കാതിരിക്കണം. ആരോൺ, നീ എന്തിനാ ഞങ്ങളോട് എങ്ങനെ പെരുമാറുന്നേ? ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നാ നീ പറയുന്നേ? അല്ല, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്നെ കാണാനല്ലേ ബുദ്ധിമുട്ട്, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഒരു പക്ഷെ മാമയോട് ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് എന്നോട് കാണിക്കുന്ന എന്തിനാരോൺ? എനിക്ക് നിന്നോടൊരു ദേഷ്യവും വെറുപ്പും ഇല്ല ഇസ. എങ്കിൽ എന്നെ വന്നൊന്ന് കണ്ടൂടെ നിനക്ക്? എനിക്കറിയാം നമ്മൾ തമ്മിൽ നോർമൽ സിബ്ലിങ്സിനെ പോലത്തെ ഒരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, അത്രയും ബോണ്ടിങ് ഇല്ല നമ്മൾക്കിടയിൽ. എങ്കിലും എനിക്ക് ഈ ലോകത്ത് കൂടെപ്പിറപ്പെന്ന് പറയാൻ അത് നീ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് എനിക്ക് എന്നെ ഒന്നും വന്ന് കണ്ടൂടെ? വർഷത്തിലൊരിക്കൽ അത്രയല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളൂ. നീ എന്താ കരുതുന്നേ ഞാനിവിടെ ചുമ്മാ ഇരിക്കുന്നെന്നോ? എനിക്കിവിടെ എൻ്റേതായിട്ടുള്ള ജോലികളുണ്ട് ഇസ. നീ എന്താ അത് മനസ്സിലാക്കാത്തേ? അപ്പോൾ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ തന്നെ കിടന്ന് നരകിക്കാൻ പോവാണോ? ഇസ, ഇറ്റ്സ് മൈ ജോബ്. അടുത്ത മാസം എൻ്റെ കല്യാണം, നീ അതിനെപ്പറ്റി അറിഞ്ഞോ? അല്ല, ഇനി അറിഞ്ഞിട്ടും അറിയാത്ത പാവം നടിക്കാണോ? പപ്പയുടെ സ്ഥാനത്ത് നിന്ന് നീയല്ലേ എന്നെ കൈ പിടിച്ചേൽപ്പിക്കണ്ടേ? ആ നീ. ഞാൻ അറിഞ്ഞിരുന്നു, ഇസയുടെ വിവാഹമാണല്ലേ അടുത്ത മാസം. അവളുടെ കൂടെ പഠിച്ച ഒരു ചെക്കന, അവൾക്കിഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊന്നും പറഞ്ഞില്ല. അവളെങ്കിലും ഇഷ്ടപ്പെട്ട ആളിനോട് ജീവിക്കട്ടെ. എനിക്ക് ആൻറ്റിയോട് ഒരു ഉറപ്പുമില്ല. എനിക്കറിയാം പപ്പയുടെ ഭാഗത്താ തെറ്റുമുരുന്നെന്ന്. നിന്നെപ്പോലെ ആരോണോ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വേണ്ട, ഇനിയൊന്നും മാറണ്ട, എല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? പക്ഷേ അവൻ്റെ ജീവിതം അതവൻ ഇവിടെ തന്നെ ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ, ഒന്നില്ലേലും അവന് 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതല്ലേ ഞാൻ. മനസ്സിൽ എവിടെയൊക്കെയോ ഒരു വേദന. എഡ്വിനെ കാണണ്ടേ? കാണാം, അതിനാണല്ലോ ഞാനിവിടെ എത്തിയത്. ആൻറ്റി, അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എത്ര നാൾ കൂടി എഡ്വിനോടെ തുടരാനാ? അല്ല, എനിക്ക് തോന്നുന്നു അവനോട് തുടരും തോറും അവൻ്റെ മാനസിക നില വീണ്ടും വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയെന്ന്. അവൻ എത്ര നാളിവിടെ തുടരാൻ താല്പര്യമുണ്ട്, അത്ര നാൾ അവനിവിടെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഗബ്രിയലിന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഭ്രാന്തില്ലാത്ത ഒരാൾ എത്ര നാളെന്ന് വെച്ചാൽ ഭ്രാന്തുള്ളവനായിട്ട് മുദ്രകുത്തി ഇങ്ങനെ ആ മുറിയിൽ തന്നെ ഇടാൻ പറ്റുന്നേ? എഡ്വിൻ്റെ ബിഹേവിയർ കണ്ട ഡോക്ടർ ഗബ്രിയലിന് തോന്നുന്നുണ്ടോ അവൻ നോർമലാന്ന്? പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെക്കാൾ ഏറെ നോർമലാണ് അവൻ. അതും ഡോക്ടർ എലിസബത്ത് കണ്ടില്ല എന്നടിക്കുകയാണോ? എഡ്വിൻ ബിലോങ്സ് ഹിയർ. അത് നീ അധികം വൈകാതെ തന്നെ മനസ്സിലാക്കും ഗബ്രിയൽ.